മറിയയെ ആരാധിക്കുന്നതിലെ തെറ്റ് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ബൈബിൾ പറയുന്നു. യേശുവിന്റെ അമ്മയായ മറിയ നല്ലവളും വിശ്വസ്തയുമായ ഒരു സ്ത്രീയായിരുന്നു. ബൈബിളിൽ അവളെ ബഹുമാനിക്കുന്നു, പക്ഷേ ഒരിക്കലും ആരാധിച്ചിട്ടില്ല. ലൂക്കോസ് 1:47 മറിയ പറഞ്ഞു, ദൈവം എന്റെ രക്ഷകൻ. അവൾക്ക് രക്ഷ ആവശ്യമാണെന്ന് കാണിക്കുന്നു. ഇതിന്റെ അർത്ഥം അവൾ ദൈവികയല്ല, മനുഷ്യനായിരുന്നു എന്നാണ്. പുറപ്പാടിലെ ദൈവത്തിന്റെ കൽപ്പന പറയുന്നു, എന്നെയല്ലാതെ ആരെയും ആരാധിക്കരുത്. മറിയയോട് പ്രാർത്ഥിക്കുന്നതോ അവളെ മധ്യസ്ഥൻ എന്ന് വിളിക്കുന്നതോ ബൈബിളിൽ കാണുന്നില്ല. ദൈവത്തിലേക്കുള്ള വഴി യേശു മാത്രമാണ്. യോഹന്നാൻ 14:6 മറിയയോട് പ്രാർത്ഥിക്കാനല്ല, പിതാവിനോട് പ്രാർത്ഥിക്കാൻ യേശു നമ്മെ പഠിപ്പിച്ചു. ഒരിക്കൽ ഒരാൾ യേശുവിന്റെ മുന്നിൽ മറിയയെ സ്തുതിച്ചു. എന്നാൽ യേശു മറുപടി പറഞ്ഞു, ദൈവവചനം കേട്ട് അത് അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ലൂക്കോസ് 11:28 മറിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനല്ല, ദൈവത്തെ പിന്തുടരാണ് അവൻ ആളുകളെ ചൂണ്ടിക്കാണിച്ചത്. ബൈബിൾ പറയുന്നത് യേശു മാത്രമാണ് നമുക്കും ദൈവത്തിനും ഇടയിൽ നിൽക്കാൻ കഴിയുന്നത് എന്നാണ്. 1 തിമോത്തി 2:5 മറിയയ്ക്കല്ല, നമ്മുടെ പാപങ്ങൾക്കു വേണ്ടിയാണ് അവൻ മരിച്ചത്. ഒരു വലിയ റോളിലേക്കാണ് അവളെ തിരഞ്ഞെടുത്തത്. പക്ഷേ അവൾക്ക് പ്രാർത്ഥന കേൾക്കാനുള്ള ശക്തിയില്ല. ബൈബിൾ എഴുതപ്പെട്ടതിന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് മറിയയെ ആരാധിക്കുന്നത് ആരംഭിച്ചത്. ആദിമ ക്രിസ്ത്യാനികൾ അത് ചെയ്തില്ല. യേശുവോ അപ്പോസ്തലന്മാരോ പഠിപ്പിച്ചതല്ല അത്. നമുക്ക് മറിയയെ ബഹുമാനിക്കാനും അവളുടെ മാതൃകയിൽ നിന്ന് പഠിക്കാനും കഴിയും. എന്നാൽ ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മറ്റാർക്കും, മറിയെപ്പോലുള്ള ഒരു നല്ല വ്യക്തിക്ക് പോലും ആരാധന നൽകുന്നത് ശരിയല്ല. നാം ബൈബിൾ പറയുന്നത് പിന്തുടരുകയും യേശുവിൽ മാത്രം വിശ്വാസം നിലനിർത്തുകയും വേണം. മറിയാരാധന 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും ആരംഭിച്ചു. പ്രത്യേകിച്ച് എ.ഡി. 431 എഫെസസ് കൗൺസിൽ അവളെ ദൈവമാതാവ് ആയി പ്രഖ്യാപിച്ചതിനുശേഷം. ഇത് അവളോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നതിനും പിന്നീട് പ്രാർത്ഥനകൾക്കും കാരണമായി. യേശു പഠിപ്പിച്ചതോ ആദിമ സഭ ആചരിച്ചതോ അല്ല, സഭാ പാരമ്പര്യത്തിലൂടെയാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്.